പെപ്പയുടെ കിടിലൻ പഞ്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഫുൾ ഓൺ ബോക്സിംഗ് സിനിമ ദാവീദ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നോടൊന്ന് പറയണം. അല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെപ്പയുടെ രണ്ട് അപ്പിയറൻസ് ആണ്. ഒന്ന് തുടക്കത്തിൽ ഗോലിയാത്തായിട്ട് വരുന്ന ആ ഒരു വേഷം നന്നായിട്ട് പെപ്പയ്ക്ക് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്റർവെല്ലിന് അബു ആരായിരുന്നു എന്ന് കാണിക്കുമ്പോൾ ആ സമയത്ത് ആ ഒരു സ്റ്റൈലും ആ ഒരു പെർഫോമൻസും അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു പെർഫോമൻസ് ഇന്റർവെല്ലിന് നല്ലൊരു ഹൈ മൂവ്മെന്റ് സമ്മാനിച്ചിരുന്നു. അത് പക്ഷേ പിന്നീട് അങ്ങോട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. മെയിനായിട്ട് നമ്മുടെ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ കിട്ടേണ്ട ആ ഒരു പീക്ക് മൂവ്മെന്റ് എവിടെയൊക്കെ മിസ്സായത് പോലെ തോന്നി. പിന്നെ ക്ലൈമാക്സിൽ എന്തായാലും വിജയിക്കാൻ പോകുന്നത് നമ്മുടെ ഹീറോ തന്നെ ആയിരിക്കും. എങ്ങനെയെന്നുള്ളത് ഒന്ന് മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. അതെന്തായാലും സിനിമക്ക് ഗുണം ചെയ്ത് നല്ലൊരു ഗുഡ് എൻഡ് സിനിമക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിൽ ബോക്സറായിട്ട് വന്ന മോയിസ്മിൽ ആളുടെ പെർഫോമൻസ്, ആളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അബുവായിട്ട് പെപ്പെ അടിപൊളിയായിരുന്നു. പിന്നെ ആളുടെ വൈഫായിട്ട് ലിജോ മോൾ, പിന്നെ അവരുടെ മകൾ, പിന്നെ ആശാനായിട്ട് നമ്മുടെ വിജയരാഘവൻ, അവരെല്ലാവരും നല്ലൊരു പെർഫോമൻസ് തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ടോട്ടൽ നോക്കിയാൽ ഇറ്റ്സ് വോർ ടു വാച്ച് ഇൻ തിയേറ്റർ ആണ്. നേരത്തെ പറഞ്ഞ ആ ഒരു എനിക്ക് ഡൗൺ ആയി തോന്നിയ ആ ഒരു മൂവ്മെന്റ് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഫെബ്രുവരി 14 ഈ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പൈൻക്ലിയർ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ദാവീദ്. പിന്നെ ഇഷ്ടപ്പെടാതെ പോയ സിനിമയാണ് ബ്രോമൻസ്. നിങ്ങൾ കണ്ട സിനിമയുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നോട് പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇറ്റ്സ് സ്മിതിനോൺ മല്ലു എക്സ്പ്രസ്.